ആഗോള രാഷ്ട്രീയത്തെയും ലോക സമാധാനത്തെയും സ്വന്തം സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി എങ്ങനെ കച്ചവട ചരക്കാക്കാം എന്നതിന്റെ ഞെട്ടിപ്പിക്കുന്ന ഉദാഹരണങ്ങൾക്കാണ് ലോകം ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. ഒരു വശത്ത് പശ്ചിമേഷ്യൻ മേഖലയെ മുഴുവൻ യുദ്ധഭീതിയിലാഴ്ത്തുകയും നയതന്ത്ര രംഗത്ത് വൻ പരാജയങ്ങൾ നേരിടുകയും ചെയ്യുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മറുവശത്ത് തങ്ങളുടെ ഔദ്യോഗിക പദവി ഉപയോഗിച്ച് കോടികളുടെ അഴിമതി നടത്തുകയാണ്. സ്വന്തം ബിസിനസ് ഗ്രൂപ്പായ ട്രംപ് മീഡിയ ആൻഡ് ടെക്നോളജീസിലൂടെ ട്രൂത്ത് API എന്ന പേരിൽ ഒരു പുതിയ പ്രീമിയം ഡേറ്റ സേവനത്തിന് രൂപം നൽകുന്നതിലൂടെ ലോകം ഇന്നുവരെ കാണാത്ത തരം കോർപ്പറേറ്റ് കൊള്ളയ്ക്കാണ് ട്രംപ് തുടക്കമിട്ടിരിക്കുന്നത്. അമേരിക്കൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അധികാര ദുരുപയോഗം എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഈ അഴിമതിയെക്കുറിച്ചും പശ്ചിമേഷ്യയിലെ ഭൗമരാഷ്ട്രീയത്തിൽ ഇതിന്റെ ആഘാതം എത്രത്തോളം ഉണ്ട് എന്നതിനെക്കുറിച്ചും വളരെ വിശദമായി തന്നെ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. സോഷ്യൽ മീഡിയ പോസ്റ്റുകളും വിപണിയിലെ തൽക്ഷണ ചലനങ്ങളും. ഇതിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന ഓരോ വാക്കും സാധാരണ പ്രസ്താവനകളല്ല. ഒരു രാജ്യം യുദ്ധത്തിലേക്ക് പോകുന്നതും ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നതും പുതിയ കരാറുകളിൽ ഒപ്പുവെക്കുന്നതുമെല്ലാം ട്രംപ് ആദ്യമായി പ്രഖ്യാപിക്കുന്നത് തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയാണ്. ഇത്തരം ഒരു പ്രഖ്യാപനം പുറത്തു വരുമ്പോൾ ലോക വിപണിയിൽ ഉണ്ടാകുന്ന ചലനങ്ങൾ നിസാരമല്ല. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയരുന്നതിനും ഓഹരി മൂല്യങ്ങൾ തകർന്നടിയുന്നതിനും വിദേശ കറൻസികളുടെ മൂല്യം മാറിമറിയുന്നതുമെല്ലാം ഒരു പ്രസിഡന്റിന്റെ അത്തരം വാക്കുകളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ ഭരണത്തലവൻ എന്ന നിലയിലുള്ള ഈ സ്വാധീനത്തെയാണ് ട്രംപ് ഇപ്പോൾ വ്യക്തിഗത ബിസിനസ് മാർഗമാക്കി മാറ്റിയിരിക്കുന്നത്. ട്രൂത്ത് API സേവനങ്ങളും മാസവരി സംഖ്യയായി $1 ലക്ഷം വരെ, അതായത് കോടിക്കണക്കിന് രൂപ നൽകുന്ന വൻകിട ബിസിനസ്സുകൾക്ക് അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനങ്ങൾക്ക്, വാൾ സ്ട്രീറ്റിലെ പ്രധാന ട്രേഡിംഗ് ഗ്രൂപ്പുകൾക്കും ട്രംപ് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാൻ പോകുന്ന പോസ്റ്റുകൾ മില്ലി സെക്കൻഡ്സുകൾക്ക് മുൻപ് തന്നെ ലഭ്യമാകുമെന്നതാണ് ട്രൂത്ത് API എന്ന പുതിയ സേവനത്തിന്റെ പ്രത്യേകത. ട്രംപ് പ്രഖ്യാപിക്കാൻ പോകുന്ന കാര്യങ്ങൾ അന്താരാഷ്ട്ര വിപണിയിൽ എത്തുന്നതിന് ഏതാനും മില്ലി സെക്കൻഡ്സുകൾക്ക് മുൻപ് ലഭിക്കുന്നത് ആധുനിക അൽഗോരിതമിക് അല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസി ട്രേഡിംഗ് നടത്തുന്ന കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് വലിയ നേട്ടമാണ് ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത്. ലോകത്ത് സാധാരണക്കാരും മറ്റു നിക്ഷേപകരും ഒരു വാർത്ത അറിയുന്നതിന് മുൻപ് തന്നെ ട്രംപിന്റെ പ്രഖ്യാപനം കാരണം വില ഉയരാൻ സാധ്യതയുള്ള കമ്പനികളുടെ ഓഹരികൾ വാങ്ങാനും അല്ലെങ്കിൽ നഷ്ടമുണ്ടാക്കാൻ സാധ്യതയുള്ളവ അതിവേഗം വിറ്റഴിക്കാനും ഈ കോർപ്പറേറ്റുകൾക്ക് സാധിക്കുന്നു. അങ്ങനെ ഈ കോർപ്പറേറ്റുകൾക്ക് കോടിക്കണക്കിന് രൂപ കൊടുത്ത് ട്രംപിന്റെ പ്രഖ്യാപനം എന്താണ് എന്ന് നിമിഷങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ ആ ഒരു പ്രഖ്യാപനം വരുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ഒക്കെ ലഭ്യമാകുമെന്നതാണ് പ്രത്യേകത. നമുക്കറിയാവുന്നതാണ്, ട്രംപിന്റെ വാക്കുകൾക്കനുസരിച്ചാണ് പലപ്പോഴും ഓഹരി വിപണിയൊക്കെ മുന്നോട്ട് പോകുന്നത്. ലോകത്തിന്റെ സമാധാനവും സാമ്പത്തിക ഭദ്രതയും നിശ്ചയിക്കുന്ന അതീവ രഹസ്യ വിവരങ്ങൾ വൻകിട കമ്പനികൾക്ക് ചോർത്തി നൽകി ട്രംപ് മാസം തോറും വലിയ തുക വരിസംഖ്യയായി കൈപ്പറ്റുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇതിലൂടെ പുറത്തുവരുന്നത്. അധികാര ദുരുപയോഗവും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ഇരട്ടത്താപ്പുമാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. മുൻപൊരിക്കലും അമേരിക്കൻ ചരിത്രത്തിലോ ലോക രാഷ്ട്രീയത്തിലോ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള അധികാര ദുരുപയോഗമാണ് ഇവിടെ നടക്കുന്നത്. ഭരണഘടന നൽകുന്ന പദവി ഉപയോഗിച്ച് തങ്ങളുടെ സ്വന്തം കുടുംബത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കായി ദുരുപയോഗം ചെയ്യപ്പെടുമ്പോൾ അത് ജനാധിപത്യ മൂല്യങ്ങളോടുള്ള കടുത്ത വെല്ലുവിളിയായി മാറുകയാണ്. ഡെമോക്രാറ്റുകളും വിവിധ US സെനറ്റർമാരും ഇതിനെതിരെ ശക്തമായ അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്തെത്തിക്കഴിഞ്ഞു. വിദേശകാര്യ നയങ്ങളും സൈനിക നീക്കങ്ങളും വരെ ഇത്തരത്തിൽ വിപണിയിലെ ലാഭത്തിനായി മുൻകൂട്ടി വിൽക്കുമ്പോൾ അത് യുദ്ധഭീതിയിലായ ജനങ്ങളുടെ ജീവിതത്തെയാണ് കച്ചവടം ചെയ്യുന്നത്. ഇവിടെ നമുക്ക് വ്യക്തമാകുന്നത്, ഇനിയൊരു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ ട്രംപ് വിജയിക്കുമെന്ന കാര്യത്തിൽ ഒരു നിശ്ചയവുമില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു തിരഞ്ഞെടുപ്പിന് മുൻപ് എത്രയൊക്കെ ലാഭം കൊയ്യാമോ അത്രയൊക്കെ വാരിക്കൂട്ടി കൊണ്ടുപോകാൻ തന്നെയാണ് ട്രംപിന്റെ തീരുമാനം. ഒരു വശത്ത് ഇറാനും മറ്റു പശ്ചിമേഷ്യൻ രാജ്യങ്ങളെയും ഭീഷണിപ്പെടുത്തുകയും തങ്ങൾ സമാധാനത്തിനായി നിലകൊള്ളുന്നു എന്ന മാധ്യമങ്ങൾക്ക് മുന്നിൽ അവകാശപ്പെടുമ്പോഴും മറുവശത്ത് ഇത്തരം വിദേശ നയ പ്രഖ്യാപനങ്ങളെ പ്രീമിയം ഡേറ്റയായി കോർപ്പറേറ്റുകൾക്ക് വിൽക്കുകയാണ്. പശ്ചിമേഷ്യയിൽ ഇറാന്റെ പ്രതിരോധത്തിനു മുന്നിലും ഹോർമൂസ് കടലിടുക്കിലെ അചഞ്ചലമായ ഇറാന്റെ സാന്നിധ്യത്തിനു മുന്നിലും നയതന്ത്രമായി പരാജയപ്പെടുമ്പോഴും ആ പരാജയങ്ങളെ പോലും സ്വന്തം ബാങ്ക് അക്കൗണ്ട് വീർപ്പിക്കാനുള്ള അവസരമായി മാറ്റാൻ ട്രംപിന് കഴിയുന്നു എന്നത് ഭരണാധികാരികളുടെ ധാർമ്മിക തകർച്ചയുടെ ആഴം വ്യക്തമാക്കുന്നു. സാമ്രാജ്യത്വ ശക്തികളും കോർപ്പറേറ്റുകളും തമ്മിലുള്ള കൂട്ടുകെട്ടിനെ കുറിച്ചാണ് ഇനി പറയേണ്ടത്. ലോകത്ത് എവിടെയൊക്കെ യുദ്ധവും സംഘർഷവും ഉണ്ടാകുന്നുവോ അവിടെയൊക്കെ ചില കോർപ്പറേറ്റ് ശക്തികളും ആയുധ കച്ചവടങ്ങളും ലാഭം കൊയ്യുന്നു. പണ്ടേയുള്ള ഒരു സത്യമാണ് ഇത്. എന്നാൽ ഒരു വൻ ശക്തി രാജ്യത്തിന്റെ പ്രസിഡന്റ് തന്നെ നേരിട്ട് ഇത്തരം കച്ചവടത്തിന്റെ വ്യാപാരിയായി മാറുമ്പോൾ ലോകസമാധാനം എന്നത് വെറും ഒരു അർത്ഥശൂന്യമായ വാക്കായി മാറുന്നു.
അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ പൊള്ളത്തരങ്ങൾക്കും സാധാരണക്കാരുടെ ജീവനേക്കാൾ അവർ വിലമതിക്കുന്നത് കോർപ്പറേറ്റ് സാമ്പത്തിക താൽപര്യങ്ങൾക്കുമാണ് എന്ന വസ്തുതയും ഈ സംഭവത്തോടെ ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ്. ചുരുക്കത്തിൽ പശ്ചിമേഷ്യയെ മുൾമുനയിൽ നിർത്തുന്നതും ജനങ്ങളെ യുദ്ധത്തിലേക്ക് തള്ളിവിടുന്നതുമെല്ലാം ഒരു കൂട്ടം സാമ്രാജ്യത്വ ഭരണാധികാരികൾക്ക് തങ്ങളുടെ സ്വാർത്ഥ ലാഭങ്ങൾക്കുള്ള വഴി മാത്രമാണ്. ഭരണപരമായ പരാജയങ്ങളെ മറച്ചുവെക്കാൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വീരവാദങ്ങൾ മുഴക്കുകയും ക്യാമറകൾക്ക് പിന്നിൽ ആഗോള സമാധാനത്തെ പണത്തിനു വേണ്ടി കോർപ്പറേറ്റുകൾക്ക് കച്ചവടം ചെയ്യുകയും ചെയ്യുന്ന ഈ നിലപാട് ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതിയായി രേഖപ്പെടുത്തും. ട്രംപിന്റെയും സംഘത്തിന്റെയും ഈ കോർപ്പറേറ്റ് കൊള്ളയ്ക്കുമെതിരെ ലോകമെമ്പാടുമുള്ള ജനാധിപത്യ വിശ്വാസികൾ കടുത്ത അമർഷത്തിലാണ്. ഇവിടെ നമ്മൾ ഗൗരവമായി കാണേണ്ട മറ്റൊരു പ്രധാന കാര്യം ഡൊണാൾഡ് ട്രംപ് എന്ന ഭരണാധികാരിയുടെ പ്രകടമായ നിലപാടില്ലായ്മയും പ്രസ്താവനകളിലെ സ്ഥിരതയില്ലായ്മയുമാണ്. പശ്ചിമേഷ്യൻ വിഷയത്തിലായാലും ആഗോള രാഷ്ട്രീയത്തിലായാലും ഒരു രാജ്യത്തിന്റെ തലവന് അനുയോജ്യമായ യാതൊരുവിധ നയതന്ത്ര പ്രതിബദ്ധതയും പുലർത്താൻ ട്രംപിന് സാധിക്കുന്നില്ല. രാവിലെ സോഷ്യൽ മീഡിയയിൽ കയറി ഒരു രാജ്യത്തിനു മേൽ സമ്പൂർണ്ണ യുദ്ധം പ്രഖ്യാപിക്കുകയും ഉച്ചയാകുമ്പോൾ തങ്ങൾ സമാധാന കരാറിന് ഒരുങ്ങുകയാണ് എന്ന് അവകാശപ്പെടുകയും വൈകുന്നേരമാകുമ്പോൾ കടുത്ത ഭാഷയിൽ ഭീഷണി മുഴക്കുകയും ചെയ്യുന്ന വിചിത്രമായ ശൈലിയാണ് ട്രംപിൻ്റേത്. ഇന്നലെ പറഞ്ഞ പ്രസ്താവനകളെ ഇന്ന് തള്ളിപ്പറയുന്നതിലും സ്വന്തം പരാജയങ്ങളെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിജയഗാഥയായി ചിത്രീകരിക്കുന്നതിനും ട്രംപിനുള്ള വൈദഗ്ധ്യം ലോകത്തിന് മുഴുവൻ ബോധ്യപ്പെട്ടതാണ്. ഇറാൻ തങ്ങളോട് കരഞ്ഞു വിളിച്ചു പറഞ്ഞു, യുദ്ധം അവസാനിപ്പിക്കാൻ അപേക്ഷിച്ചു എന്നൊക്കെ വാദിക്കുന്ന ട്രംപ് സ്വന്തം സഖ്യരാജ്യമായ സൗദി അറേബ്യയുടെയും ഗൾഫ് രാജ്യങ്ങളുടെയും ഭീഷണിക്ക് മുന്നിലാണ് അല്ലെങ്കിൽ ഭീതിക്ക് മുന്നിലാണ് തനിക്ക് യുദ്ധത്തിൽ നിന്ന് പിന്മാറേണ്ടി വരുന്നത് എന്ന യാഥാർത്ഥ്യം തുറന്നു പറയാനുള്ള ധൈര്യം കാണിക്കുന്നില്ല. തങ്ങളുടെ പ്രതിരോധ നീക്കങ്ങൾ പാളുകയും ഹോർമൂസ് കടലിടുക്കിൽ ഇറാന്റെ ആധിപത്യത്തിന് മുന്നിൽ വഴി അടയുകയും ചെയ്തപ്പോൾ തോൽവി മറച്ചുവെക്കാൻ വേണ്ടി സമാധാനത്തിന്റെ പുതിയ മുഖംമൂടി അണിയുകയാണ് ട്രംപ്. ഒരു വശത്ത് ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന കൂട്ടക്കൊലകൾക്ക് പൂർണ്ണ പിന്തുണ നൽകുകയും പശ്ചിമേഷ്യയെ വൻ യുദ്ധത്തിലേക്ക് തള്ളിവിടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ട്രംപ് മറുവശത്ത് താൻ ലോക സമാധാനത്തിന്റെ വക്താവാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. ഈ ഇരട്ടത്താപ്പും സ്ഥിരതയില്ലായ്മയും സ്ഥിരതയില്ലാത്ത നിലപാടുകളും കാരണം അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയുടെ വാക്കുകൾക്ക് നൽകിയിരിക്കുന്ന വിശ്വാസ്യതയും മൂല്യവും പൂർണ്ണമായും നഷ്ടപ്പെടുകയാണ്. നയതന്ത്രം എന്നാൽ തന്നിഷ്ടപ്രകാരം മാറ്റാവുന്ന ഒന്നല്ല എന്നും ഒരു രാജ്യത്തിന്റെ വിദേശ നയം എന്നത് വ്യക്തിപരമായ മൂടുമാറ്റങ്ങൾക്കനുസരിച്ച് തീരുമാനിക്കേണ്ടതല്ല എന്നും ട്രംപ് തിരിച്ചറിയുന്നില്ല. ഭരണപരമായ ഇത്തരം നിലപാടില്ലായ്മയ്ക്ക് പിന്നിലും കൃത്യമായ ബിസിനസ് കണക്കുകൂട്ടലുകൾ ഉണ്ട് എന്നുള്ളതാണ് വലിയ ദുരന്തം. വിപണിയിൽ അനിശ്ചിതത്വം നിലനിർത്തുക, ഓരോ പ്രസ്താവനയിലൂടെയും ഓഹരി വിപണിയിൽ ചലനങ്ങൾ ഉണ്ടാക്കുക, അതുവഴി തനിക്ക് ഒപ്പം നിൽക്കുന്ന വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് സാമ്പത്തിക നേട്ടമുണ്ടാക്കി കൊടുക്കുക എന്ന തന്ത്രമാണ് ട്രംപ് പയറ്റുന്നത്. അതായത് ലോകരാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധവും സമാധാനവും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വെറും ഒരു കച്ചവട കളി മാത്രമാണ്. ഭരണാധികാരിയുടെ ഈ നിലപാടില്ലായ്മ കാരണം ജീവിതം വഴിമുട്ടുന്നത് ലക്ഷക്കണക്കിന് സാധാരണക്കാരായ മനുഷ്യരുടെയും ഭയത്തോടെ കഴിയുന്ന പശ്ചിമേഷ്യൻ ജനതയുടെയും മുന്നിലാണ്. ഈ മുഴുവൻ സംഭവ വികാസങ്ങളെയും നമ്മൾ ഒറ്റ നോട്ടത്തിൽ വിലയിരുത്തിയാൽ പശ്ചിമേഷ്യയിൽ ഇറാന്റെ അചഞ്ചലമായ നിശ്ചയദാർഢ്യത്തിനും പരമാധികാരത്തിനും മുന്നിൽ വൻ ശക്തിയായ അമേരിക്ക മുട്ടുകുത്തിയെന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അമേരിക്ക മുന്നോട്ട് വെച്ച എല്ലാ ഭീഷണികളെയും അധിനിവേശ തന്ത്രങ്ങളെയും അതിജീവിച്ച് സ്വന്തം രാജ്യത്തിന്റെ മണ്ണും സ്വാഭിമാനവും സംരക്ഷിക്കാൻ ഇറാനിലെ ജനങ്ങൾക്കും ഭരണകൂടത്തിനും സാധിച്ചിരിക്കുന്നു. ഹോർമൂസ് കടലിടുക്കിലെ തങ്ങളുടെ തന്ത്രപ്രധാനമായ ആധിപത്യം വിട്ടുകൊടുക്കാതെ പിടിച്ചു നിൽക്കുന്നതിലൂടെ ആഗോള എണ്ണ വിപണിയിലൂടെയും സമുദ്രപാതയുടെയും താക്കോൽ ഇപ്പോഴും ഇറാന്റെ കൈകളിൽ ഭദ്രമാണ് എന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുന്നു. അമേരിക്ക വിഭാവനം ചെയ്ത രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണം എന്ന പ്ലാൻ ഉപേക്ഷിച്ച് ഗൾഫ് രാജ്യങ്ങളുടെ കാല് പിടിച്ച് ട്രംപിന് പിന്മാറേണ്ടി വന്നത് ഇറാന്റെ പ്രതികരണ ശേഷിയെ പേടിച്ചതുകൊണ്ട് മാത്രമാണ്. സൗദിയും ഖത്തറും കുവൈറ്റും അടക്കമുള്ള അയൽ രാജ്യങ്ങൾ പോരാട്ടത്തിൽ നിന്ന് പിന്മാറാൻ അമേരിക്കയോട് ആവശ്യപ്പെട്ടത് ഇറാന്റെ വൻ മിസൈൽ ശേഷിയെക്കുറിച്ചുള്ള ബോധ്യം കൊണ്ടാണ്. ഭീഷണികളിലൂടെ മാത്രം മറ്റു രാജ്യങ്ങളെ കീഴടക്കിയിരുന്ന അമേരിക്കയുടെ പൊള്ളയായ പഴയ തന്ത്രങ്ങൾ ഇനി ഇറാനോട് വേവില്ല എന്ന ഈ പിന്മാറ്റത്തിലൂടെ വ്യക്തമായി കഴിഞ്ഞു. ഒരു വശത്ത് തങ്ങളുടെ രാജ്യത്തെ തലവൻ നയതന്ത്ര പരാജയമായി മാറുമ്പോഴും സ്വന്തം കീശ വീർപ്പിക്കാൻ ട്രൂത്ത് API പോലുള്ള അഴിമതി വഴികൾ തേടുന്ന ട്രംപിന്റെ അമേരിക്കൻ ഭരണകൂടം ആഗോളതലത്തിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ടിരിക്കുകയാണ്. യുദ്ധത്തിന്റെയും സമാധാനത്തിന്റെയും പേരിൽ കോർപ്പറേറ്റ് കച്ചവടം നടത്തുന്ന ഇത്തരം ഒരു വൻ ശക്തിക്ക് ഇനി പശ്ചിമേഷ്യയുടെ ഭാവി നിർണ്ണയിക്കാൻ കഴിയില്ല. ഉപരോധങ്ങൾ കൊണ്ടും ആയുധശക്തി കൊണ്ടും ഒരു രാജ്യത്തെയും എന്നേക്കുമായി തളയ്ക്കാനാവില്ല എന്ന് ഇറാൻ തെളിയിച്ചിരിക്കുന്നു. വിദേശ അധിനിവേശങ്ങളെ ചെറുത്ത് തോൽപ്പിച്ച് സ്വന്തം പരമാധികാരം സംരക്ഷിച്ച ഇറാൻ എന്ന രാഷ്ട്രത്തിന്റെ ഈ പ്രതിരോധം ലോകത്തിലെ എല്ലാ സാമ്രാജ്യത്വ വിരുദ്ധ ശക്തികൾക്കും ഭാവിയിൽ വലിയൊരു പാഠവും പ്രചോദനവുമാണ്.